ടേബിൾ റോസയും 10 മണിയൊന്നും അധികം കെയർ വേണ്ടാത്ത ചെടിയാണെങ്കിൽ പോലും നന്നായിട്ട് നമ്മൾ കെയർ ചെയ്താൽ അവർ കൂടുതൽ ഫ്ലവേഴ്സ് നമുക്ക് തരും. ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറി പോയപ്പോൾ വാങ്ങിച്ച 3 ടേബിൾ റോസ് 10 മണിയുടെ പൂക്കളാട്ടോ ഞാൻ കാണിച്ചത്. നല്ല രസമുള്ള പൂക്കളായിരുന്നു. പക്ഷെ നമ്മൾ ഈ ടേബിൾ റോസയും 10 മണിയൊക്കെ വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് വേണ്ട പോട്ടി മിക്സ് ആണ്. ഏറ്റവും നല്ലൊരു പോട്ടി മിക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല പൂക്കൾ നമുക്ക് കിട്ടും. അതിൻ്റെ ഗ്രോത്തും മിറാക്കിൾ ഗ്രോത്ത് തന്നെയായിരിക്കും. ഇപ്പോൾ ഞാനിടുന്ന പോട്ടി മിക്സിനകത്ത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറും ചാണാനും മണ്ണുമാണ്. ഈ മണ്ണെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് എടുക്കുകയാണ് അത്രയും നല്ലത്. കാര്യം ഈ ടേബിൾ റോസയുടെ തണ്ട് ഒരു 3 ഇഞ്ചൊക്കെ ഉള്ളിലോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും കട്ടിയായിട്ടുള്ള ഈ പറഞ്ഞ നമ്മൾ കട്ടിയുള്ള പൂഴി അതൊന്നും ഇടാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച പ്ലാന്റിനകത്ത് തന്നെ നല്ല കട്ടിയുള്ള പോട്ടി മിക്സ്, അതിന് ഗ്രോത്ത് അത്രയും ഇതാകാനായിട്ടുള്ള കാര്യം അത് തന്നെ. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ പുല്ലുകളും പിടിച്ചിപ്പുണ്ട്. അപ്പം നമ്മൾ ടേബിൾ റോസയും 10 മണിയൊക്കെ വെക്കുന്നവർ ഓർക്കുക, ഇങ്ങനത്തെ നല്ല സെറ്റായി പോകുന്ന മണ്ണുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതിന് വേര് ഓടാനായിട്ടുള്ള ഒരു ഗ്യാപ്പുള്ള ഒരു മണ്ണായിരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ പോട്ടി മിക്സിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരേ അളവിൽ ചാണാപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും, പിന്നെ നമ്മൾ കുറച്ച് പൂഴി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലും നമ്മുടെ ചകിരിച്ചോറാണ് കേട്ടോ, കൊക്കോപീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച പ്ലാന്റ് അപ്പാടെ നമ്മൾ നന്നായിട്ട് പ്രൂം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പ്രൂം ചെയ്തെടുത്ത ലീവ്സ് അതുപോലെ തണ്ടുകളും നമ്മൾ വേറൊരു പോട്ടിലോട്ട് മാറ്റുകയാണ്. പുതിയ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു മണ്ണ് ശ്രദ്ധിച്ചറിയാം, പകുതി മുക്കാലും നമ്മൾ ഈ പറഞ്ഞ കൊക്കോപീറ്റ് തന്നെയാണ്. ഈ നമ്മൾ എടുത്ത പുതിയ പ്ലാന്റ് കൂടാതെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ടേബിൾ റോസയും 10 മണിയൊക്കെ നമ്മൾ എടുത്തിട്ട് മിക്സപ്പ് ആക്കിയാണ് നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. ഇനിയുള്ള വീഡിയോസിൽ ഇതിൻ്റെ ഗ്രോത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഈ പോട്ടി മിക്സ് പോലെ തന്നെ ഉള്ളതാണ്. നമ്മൾ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവണം. അതിന് കൂടുതൽ വെള്ളം നിൽക്കാനും പാടില്ല. അന്ന് അത്യാവശ്യം വെള്ളം വേണം. അങ്ങനത്തെ ഒരു ചെടിയാണിത്. പിന്നെ കൂടുതലും ഒരു 5 to 6 hours വെയിലൊക്കെ ഇവർക്ക് വേണം. നല്ല വെയിലത്തും പിടിച്ച് നിൽക്കുന്ന, അറിയാലോ ഈ വെയിലുള്ള സമയത്താണ് ഇതിനകത്ത് കൂടുതൽ പൂവുണ്ടാവുന്നത്. അധികമായിട്ട് വന്നിട്ടുള്ള ചെടികൾ നമ്മൾ താഴത്ത് ഞാൻ വേറെ കുറച്ച് പോട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹാങ് ചെയ്യാൻ പാകത്തിന്. അതിനകത്തേക്ക് ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മൾ എല്ലാ പോട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക. ഇത്രയും പ്ലാന്റ്സ് നമ്മൾ ഹാങ് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. താഴത്ത് വെച്ചാലും ഭംഗി ഉണ്ടാവും. അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാലേ പൂക്കളുണ്ടാവും.